കണ്ടു ഞാൻ കാൽവരിയിൽ എന്നേശുരക്ഷകനേ, എന്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനേ. കണ്ടു ഞാൻ കാൽവരിയിൽ. ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവേശുവിൽ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ സഹസ്രാബ്ദ വാഴ്ചയുടെ അതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ദൈവവചനാടിസ്ഥാനത്തിൽ ചിന്തിച്ചു വരികയാണ്. മനുഷ്യൻ തൻ്റെ വീഴ്ചയും പാപത്തിൽ തുടരുവാനുള്ള ജീവിതവും സാത്താൻ നിമിത്തമാണ് എന്ന് എക്കാലവും പറഞ്ഞുകൊണ്ട് അവനെ കുറ്റം വിധിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അത് ഏദേനിൽ ആദാമുവമാർ മുതൽ തുടങ്ങിയതാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം 20 വരെ അവൻ്റെ എല്ലാ ചതിവും നമുക്ക് കാണാവുന്നതുമാണ്. പ്രതികൂലമായ പരിതസ്ഥിതികളുടെ ഒരു ഇരയായി മാത്രം തീർന്നിരിക്കുകയാണ് മനുഷ്യനെന്നും, എന്നാൽ സാത്താനെ ബന്ധിച്ച് തടവിലാക്കിയാൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ സൽഗുണവാനായി തീരുവാൻ കഴിയുമെന്നുമാണ് എക്കാലത്തുമുള്ള മനുഷ്യന്റെ ചിന്ത. മനുഷ്യ സ്വഭാവത്തിന്റെ ഈ ഗുണദോഷ പരീക്ഷയ്ക്കായി 1000 കൊല്ലത്തേക്ക് അവനെ ബന്ധിക്കുന്നതാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അന്ന് തീർച്ചയായും അത്ഭുതമാവണ്ണം വ്യത്യസ്തപ്പെട്ട ഒരു ലോകമായിരിക്കും അതെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അത് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്നത്തെ യുദ്ധോപകരണങ്ങൾക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ ലഭിച്ചാൽ തനിയെ പൊട്ടിച്ചിതറുന്നത് പോലെ ആയിരിക്കും ആ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം എന്ന് ദൈവവചന വെളിച്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്നത്തെ ലോക മനുഷ്യന്റെ ദുഷ്ടഹൃദയം നിർമൂലം ചെയ്യപ്പെട്ടിട്ടില്ലെന്നുള്ളത് സഹസ്രാബ്ദത്തിന്റെ അവസാനത്തിൽ സാത്താനെ അഴിച്ചുവിടുമ്പോൾ അത് തെളിയുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 20-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സഹസ്രാബ്ദത്തിന്റെ ഇടയ്ക്ക് വായുമണ്ഡലത്തിന്മേൽ അധികാരമുള്ള പ്രഭു സിംഹാസനഭ്രഷ്ടനാകുകയും സമാധാനത്തിന്റെ പ്രഭു സിംഹാസനാരൂഢനാകുകയും ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ചുവന്ന മഹാസർപ്പം സ്വർഗസ്ഥലങ്ങളിൽ നിന്ന് തള്ളപ്പെടുമ്പോൾ അവനോടുകൂടി മഹത്വങ്ങളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ യുഗാധിപതിയെയും തള്ളിക്കളയും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് എഫേസ്യ ലേഖനം 6-ന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ. സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് ഇയ്യോബിന്റെ പുസ്തകം 15-ൽ പറഞ്ഞിരിക്കുന്നതും നമുക്ക് ശ്രദ്ധേയമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആകാശ ശ്രീമകളില് സാത്താൻ അവന്റെ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടതുപോലെ ആ വെളിപ്പാട് പുസ്തകം 20-ന്റെ 1 മുതൽ 3 വരെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തിൽ അവനെ കർത്താവ് ബന്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ പിന്നീട് അല്പകാലത്തേക്ക് അവനെ തുറന്നു വിടുമ്പോൾ അന്നുള്ള ലോക ജനതയുടെ ഹൃദയത്തിന് പൂർണ്ണമായ പരിവർത്തനം വന്നിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവൻ വീണ്ടും യുദ്ധത്തിന് അന്നുള്ള ലോകവും തയ്യാറാകുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നത്. അതിനാൽ എക്കാലത്തും യഥാർത്ഥമായ ഒരു മാനസാന്തരം വന്ന മനുഷ്യന് മാത്രമേ കർത്താവുമായിട്ട് വസിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, കർത്താവിന്റെ വരവിൽ പോകുവാൻ കഴിയുകയുള്ളൂ, 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ. ഇത്യാദി കാര്യങ്ങളെല്ലാം നമുക്ക് ദൈവവചന വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നു തന്നിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആയതിനാൽ ദൈവവചന വ്യവസ്ഥയിൽ നമുക്ക് നിൽക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.